കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശുചിമുറി കെട്ടിടം തകർന്നു വീണു മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു വിശ്രുതന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടായത്. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി. ഇവരുടെ വീട് പണിയും പൂർത്തീകരിച്ച് നൽകും. നേരത്തെ ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ നാഷണൽ സർവീസ് സ്കീം തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത്. ഈ മാസം 3-ാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാനായി ആശുപത്രിയിൽ എത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. JCB ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 14-ാം വാർഡിന്റെ ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ മറ്റ് 2 പേർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതെന്നും ബിന്ദുവിന്റെ മകളുടെ ശസ്ത്രക്രിയയ്ക്കും വീടിന്റെ ബാക്കി നിർമ്മാണത്തിനും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗുരുതരമായ ഒരു രോഗം ബാധിച്ച ആ കുട്ടിക്ക് ഒരു മേജർ ശസ്ത്രക്രിയ അത്യന്താപേക്ഷിതമാണ്. അത് അടിയന്തരമായി നടപ്പാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ ആ മേജർ സർജറി ന്യൂറോ സർജറി വിഭാഗത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ടീം അണിനിരന്ന് നടത്തുകയുണ്ടായി. ഏതാണ്ട് 8 മണിക്കൂറിലേറെ നീണ്ട ശസ്ത്രക്രിയ വളരെ വിജയകരമായിരുന്നു. ആ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിലെ IC യൂണിറ്റിൽ കുട്ടി ചികിത്സയിലാണ്. രണ്ടാമതായി അവരാവശ്യപ്പെട്ടിരുന്നത് അവർക്ക് മകനൊരു ജോലി വേണം. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണ്. സ്ഥിരമായ ഒരു ജോലി വേണം. അന്ന് നമ്മൾ ആദ്യം തന്നെ ആ താൽക്കാലികമായ ജോലിയുടെ കാര്യം നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ സ്ഥിരമായ ഒരു ജോലി കിട്ടണമെന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്യാബിനറ്റ് സ്ഥിരമായ ഒരു ജോലി മകന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. 3, കുടുംബത്തിനൊരു ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ ധനസഹായം 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ചു. 4-ാമത്തെ കാര്യം, ആ വീട് പണി പൂർത്തിയാകാതെ നിൽക്കുകയായിരുന്നു. അതിന് സംസ്ഥാന ഗവൺമെൻറ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അത് കൊടുക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.